കല്ലാർകുട്ടി ടൗണിന് മധ്യഭാഗത്തായി ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ കല്ലാർകുട്ടി ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡ് അടിമാലി കുമളി ദേശീയപാതയുമായി സംഗമിക്കുന്നത് കല്ലാർകുട്ടി ടൗണിലാണ്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും. ഈ സാഹചര്യത്തിലാണ് ടൗണിന് മധ്യഭാഗത്തായി ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന കൂടി നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. വാഹന അപകടത്തിന് ശേഷം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഈ റോഡ് ഇത്രയും നന്നാക്കി, ഈ ഭാഗങ്ങൾ ഇത്രയും നന്നാക്കി, ആ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഭാഗം മാത്രം ഇപ്പോഴും ആ കടകൾ പൊടിഞ്ഞ മണ്ണും ഇടിച്ച അവശേഷങ്ങളെല്ലാം റോഡിൽ തന്നെ അടക്കാറ്. അത് വാരി മാറ്റുന്നതിന് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അത്രയും ആ റോഡ് നന്നാക്കി ആ വേസ്റ്റുകളെല്ലാം വാരി മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ അപകടങ്ങൾ പകുതി കുറയും. കൊടും വളവോടുകൂടിയ ഭാഗമായതിനാൽ കല്ലാർകുട്ടി ടൗണിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ്. മൺകൂന നീക്കം ചെയ്താൽ ടൗണിന് വിസ്താരം വർദ്ധിക്കുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും.